ഹായ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് സ്കൂൾ സബ്ജക്ട്സ് സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസ് ആണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു ഏതെല്ലാമാണ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ്, സ്കൂൾ കരിക്കുലത്തിലെ ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഏതെല്ലാമാണ്, അതിലെ ഓരോ കണ്ടൻറ്റും എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നെല്ലാം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറെൻറ്റ് സബ്ജക്ട്സിനെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസ് ആണ്. എന്തിനായിരിക്കാം ഓരോ സബ്ജക്ട്സും സ്കൂൾ സബ്ജക്ട്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കരിക്കുലത്തിൽ? ജനറലായിട്ട് പറയുകയാണെങ്കിൽ ദർ ആർ 7 ക്രൈറ്റീരിയ ദാറ്റ് ആർ കോമൺലി അപ്ലൈഡ് ഇൻ ദി സെലക്ഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്റർ സെലക്ട് ചെയ്യാനുള്ള 7 ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്? സെൽഫ് സഫിഷ്യൻസി ഓഫ് ലേണേഴ്സ്, സിഗ്നിഫിക്കൻസ് ഓഫ് ഡൊമൈൻസ് ഓഫ് ലേണിംഗ്, വാലിഡിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, ഇൻട്രസ്റ്റ് ഓഫ് ദി ലേണേഴ്സ്, യൂട്ടിലിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ, ലേണബിലിറ്റി ഓഫ് ദി സ്റ്റുഡൻസ്, ഫീസിബിലിറ്റി ഓഫ് കംപ്ലീഷൻ. ലേണറുടെ സഫിഷ്യൻസി, ക്ഷമതയെയും ലേണിംഗ് ഡൊമൈൻസിൻ്റെ സിഗ്നിഫിക്കൻസും സബ്ജക്റ്റ് മാറ്ററിൻ്റെ വാലിഡിറ്റിയും സാധുതയും ലേണറുടെ താൽപ്പര്യവും സബ്ജക്റ്റിൻ്റെ ഉപയോഗക്ഷമതയും സ്റ്റുഡൻസിൻ്റെ ലേണബിലിറ്റിയും കണ്ടൻറ് ഏരിയ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രായോഗികതയും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സബ്ജക്ട്സിനെ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയാം, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസ്. ഇനി നമ്മൾ ഓരോ സബ്ജക്റ്റായിട്ട് എന്തിനാണ് ഓരോരോ സബ്ജക്ട്സ് സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം. മേജറായിട്ട് 4 സബ്ജക്ട്സാണ് നമുക്ക് സ്കൂൾ കരിക്കുലത്തിൽ വരുന്നത്. ലാംഗ്വേജസ്, സോഷ്യൽ സയൻസ്, സയൻസ് ആൻഡ് മാത്തമെറ്റിക്സ്. 3 ഭാഷകൾ, ത്രിഭാഷാ പാഠ്യപദ്ധതിയെക്കുറിച്ചൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. 3 ഭാഷകളും സോഷ്യൽ സയൻസും സയൻസും മാത്സും. ഈ ഭാഷയും സയൻസും സോഷ്യൽ സയൻസും മാത്തമെറ്റിക്സും ഒക്കെ നമ്മുടെ പ്രസൻറ്റ് സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലാംഗ്വേജസ്. എന്തിനായിരിക്കാം ഭാഷാ പഠനം? നമുക്കറിയാം, മനുഷ്യൻ ജീവിച്ച് തുടങ്ങുന്ന കാലം മുതൽക്ക്, ആദിമ മനുഷ്യർക്ക് മുതൽക്ക്, മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ, ആ സിവിലൈസേഷൻ മുതൽക്ക് മനുഷ്യർ അവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിരുന്നു. അത് അലിഖിത ഭാഷയായിരുന്നിരിക്കാം. പിന്നീട് അവർ ലിപി കണ്ടുപിടിച്ചു, ഭാഷയെ ഡെവലപ്പ് ചെയ്തു, പദങ്ങൾ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുമ്പോൾ അറിയാം, നമ്മുടെ എന്തൊരു വികാരത്തെയും ഏതൊരു ഫീലിങ്സിനെയും ഇമോഷൻസിനെയും നമ്മുടെ തോട്ട്സിനെയും ഐഡിയാസിനെയും എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയമാണ് എന്ന് പറയുന്നത് ഭാഷ എന്ന് പറയുന്നത്. മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷനാണ്, വെഹിക്കിൾ ഓഫ് തോട്ട്സ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെയും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഭാവനകളും നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഭാഷ കൂടിയേ തീരുള്ളൂ. ഇനി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ, അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഈസ് ലാംഗ്വേജ്. ലാംഗ്വേജ് ഇല്ലാതെ നമുക്കൊരു എഡ്യൂക്കേഷനും ഒരു ഇൻസ്ട്രക്ഷനും കൺവേ ചെയ്യാൻ പറ്റില്ല. ഏതൊരു തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ ആയാലും ഏതൊരു ഇൻഫോർമേഷൻ ആണെങ്കിലും കൺവേ ചെയ്യണമെങ്കിൽ നമുക്ക് ഭാഷ കൂടിയേ തീരുള്ളൂ. ലാംഗ്വേജ് ഡെവലപ്സ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്. ഈ ലാംഗ്വേജ് ലേണിങ്ങിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ, ഒരു പുതിയ ഭാഷയിലുള്ള പ്രാവീണ്യം നേടുക എന്നുള്ളത് ഭാഷാ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നു. നാം പറയുന്ന അല്ലെങ്കിൽ നാം പഠിച്ച ഒരു കാര്യത്തിന് അർത്ഥം നൽകുന്നത് ഈ ഭാഷ എന്ന് പറയുന്ന ഈ ടൂളാണ്. അതുപോലെ ഇറ്റ് ആക്ട്സ് ആസ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ. ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലിൻ്റെ ഒരു കമ്പോണൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നു. ഇറ്റ് എയ്ഡ്സ് ഇൻ ഡെവലപ്പിംഗ് ആൻഡ് ഗ്രൂമിങ് വൺസ് പേഴ്സണാലിറ്റി ആസ് എ ഹോൾ. ലേണറുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ, ഒരു വ്യക്തിത്വത്തിന് ഈ ഭാഷാ പഠനം സഹായിക്കുന്നു. ഇറ്റ് ഇൻക്രീസസ് ദ എബിലിറ്റി ഇൻ ഡിജിറ്റൽ ലിറ്ററസി. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഗ്രോത്ത് ഓഫ് ദി കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. ഗ്രേറ്റ് ലിറ്ററേച്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദി മീഡിയം ഓഫ് ലാംഗ്വേജ്. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊമോട്ട് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ഇൻ്റർനാഷണൽ പീസ്. Essential for thinking, understanding and interpreting different text forms. Medium of communication, expression of desires, feelings and experiences. Vehicle of thoughts and emotions. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ കൾച്ചറിനെയും ഒക്കെ
കൾച്ചറിൻ്റെയൊക്കെ ഗ്രോത്തിനെ സഹായിക്കുന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടും ഇമോഷൻസും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡിജിറ്റൽ ലിറ്ററസിയുടെ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഭാഷാ പഠനം സഹായിക്കുന്നു. അപ്പോൾ ഭാഷാ പഠനം എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കും ധാരാളം ഉത്തരങ്ങൾ പറയാനുണ്ടായിരിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സിന് കൂടെ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ധാരാളം പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ കുറേ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഇതിനെ കൂടാതെ നിങ്ങൾക്ക് പോയിൻറ്റ്സ് ഇനിയും ധാരാളം പറയാൻ പറ്റും. ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു വികാരത്തെയും ഏതൊരു വിചാരത്തെയും ഏതൊരു ചിന്തയെയും കൺവേ ചെയ്യാനും ഏതൊരു ഇൻഫോർമേഷൻ നമുക്ക് പഠിക്കാനും വായിക്കാനും അല്ലെങ്കിൽ പകർന്നു കൊടുക്കാനും ഭാഷ കൂടിയേ തീരൂ. അതുകൂടാതെ നമ്മുടെ വലിയ അനശ്വരങ്ങളായ സാഹിത്യ സൃഷ്ടികളെല്ലാം ഏതെങ്കിലും ഒരു ഭാഷയിലൂടെയാണ് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാ ഭാഷയിലെയും അനശ്വരങ്ങളായ കൃതികളും സാഹിത്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഭാഷയിലൂടെയാണ്. അപ്പോൾ ഭാഷാ പഠനം എന്തിന് എന്നുള്ളതിന് ധാരാളം നൂറ് ഉത്തരങ്ങൾ നമുക്ക് പറയാനുണ്ട്. നെക്സ്റ്റ്, ലാംഗ്വേജ് റിലേറ്റഡ് സ്കിൽസ്. ഭാഷയുമായി ബന്ധപ്പെട്ട് വരുന്ന നൈപുണികൾ, സ്കിൽസ് ഏതെല്ലാമെന്ന് നോക്കാം. ലാംഗ്വേജ് റിലേറ്റഡ് സ്കിൽസ്. ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ബിഹേവിയറൽ സയൻസ്. സോ ഇറ്റ് ഈസ് എ സ്കിൽ സബ്ജക്റ്റ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സയൻസ് ആയതുകൊണ്ട് തന്നെ അതൊരു സ്കിൽ സബ്ജക്റ്റാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ദി 4 മേജർ ലാംഗ്വേജ് സ്കിൽസ്. LSRW എന്ന് നമ്മൾ ഷോർട്ടായിട്ട് ഇതിനെ പറയും. LSRW അല്ലെങ്കിൽ ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ആർ ദി 4 മേജർ സ്കിൽസ്. ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ മെൻ്റൽ ഫങ്ഷൻ ഇൻവോൾവിങ് ഹിയറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ലിസണിങ് ഈസ് നോട്ട് മിയർലി ഹിയറിംഗ്. നമ്മൾ ഹിയറിംഗ് എന്ന് പറയുന്നതും ലിസണിങ് എന്ന് പറയുന്നതും ഒന്നല്ല. കേൾക്കലും ശ്രദ്ധിക്കലും രണ്ടാണ്. പലതും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ പൊതുവായിട്ട് പബ്ലിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോൾ ഒക്കെ നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ കേൾക്കുന്നതെല്ലാം നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നില്ല. നമ്മുടെ ചെവിയിൽ അത് ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളത് ലിസൺ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ലിസണിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയ പ്രോസസ്സ് മാത്രമാണ്, ഒരു ഘട്ടം മാത്രമാണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. ഹിയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ ഫിസിയോളജിക്കൽ പ്രോസസ് ഹാപ്പൻസ് വെൻ ദി ഓഡിറ്ററി മെക്കാനിസം ആക്സെപ്റ്റ്സ് എ സീക്വൻസ് ഓഫ് സൗണ്ട്. ഒരു ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ചെവിയിലെത്തുമ്പോൾ അതിനെ ആവേഗങ്ങൾ ബ്രെയിനിലെത്തി ആ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സിനെ, ആ ഒരു ഘട്ടത്തിനെ പറയുന്ന പേരാണ് ഹിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റേജ് പ്രോസസ്സിംഗ്. ഈ കിട്ടിയ വിവരത്തിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ലിസണർ തിങ്സ് അബൌട്ട് ഹൗ ദ ഇൻഫോർമേഷൻ ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ്. കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം, എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നുള്ള ആ ഒരു ഘട്ടത്തിനെയാണ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. കിട്ടിയ ഇൻഫോർമേഷൻ ബ്രെയിനിൽ നമ്മൾ ഒന്നിട്ട് ഉരുട്ടി മനസ്സിലാക്കും, അല്ലേ? ആ മനസ്സിലാക്കുക എന്ന് പറയുന്നില്ലേ, ആ ഒരു പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ, ആ ഒരു ഇതിനെയാണ് പ്രോസസ്സിംഗ് എന്നുള്ള സ്റ്റേജും ഉണ്ട്. ലിസണിങ്ങിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതുകൂടാതെ നെക്സ്റ്റ് വരുന്നത് ഇവാലുവേറ്റിംഗ്. ലിസണർ വിൽ ആസസ് ദി വാലിഡിറ്റി ഓഫ് ദി ഇൻഫോർമേഷൻ്റെ സാധുത എത്രത്തോളം ഉണ്ട് എന്ന് വിലയിരുത്തുന്ന ഒരു സ്റ്റേജാണ് ഇവാലുവേറ്റിംഗ്. അപ്പോൾ നമ്മളൊരു കാര്യം കേട്ട കാര്യം ബ്രെയിനിൽ മനനം ചെയ്ത് അപഗ്രഥിച്ചിട്ട് എത്രത്തോളം ഇതിന് സാധുതയുണ്ട്, ഇത് സത്യമാണോ അല്ലെങ്കിൽ ഇതിൽ എത്രത്തോളം കാമ്പുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം മനസ്സിലാക്കി വിലയിരുത്തുക. ഈ 3 സ്റ്റേജും ചേർന്നതാണ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ഈസ് എ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽ. റിസെപ്റ്റീവ്, നമ്മൾ സ്വീകരിക്കുകയാണ്, അല്ലേ? നമ്മൾ കേൾക്കുകയാണ്. ഇവിടെ നമ്മുടെ റോള് കുറവാണ്, അത് ആക്റ്റീവ് അല്ല. അവിടെ നമ്മൾ പാസീവാണ്. ഒട്ടും തീരെ പാസീവാന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കുറച്ചുണ്ട്, അല്ലേ? നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യണം. അതേസമയം നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് അതിനെ പറയാനും പറ്റില്ല. നമ്മൾ കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പാസീവ് സ്കില്ലാണ്, ഒരു റിസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ സ്കില്ലാണ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ഈസ് എ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽ. ഇറ്റ് ഈസ് എ മെൻ്റൽ ഫങ്ഷൻ ഇൻവോൾവിങ് ഹിയറിംഗ്, പ്രോസസ്സിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഈ 3 സ്റ്റേജസും ഇൻവോൾവ് ചെയ്യുന്ന ഒരു മെൻ്റൽ ഫങ്ഷനാണ് ലിസണിങ് എന്ന് പറയുന്നത്. അതൊരു ലാംഗ്വേജ് റിലേറ്റഡ് സ്കില്ലാണ്. ഇറ്റ് ഈസ് എ റിസെപ്റ്റീവ് ഓർ പാസീവ് സ്കിൽ. നെക്സ്റ്റ്, ലിസണിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻ മീൻസ് ഒബ്സർവബിൾ, മെഷറബിൾ ബിഹേവിയറൽ ചേഞ്ച്.
നമ്മൾ ഒരു കാര്യത്തിൽ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന നമ്മുടെ ബിഹേവിയറൽ ചേഞ്ച്, മെഷറബിൾ ഒബ്സർവബിൾ ആയിട്ട് നിരീക്ഷിക്കാനും അളന്ന് തിട്ടപ്പെടുത്താനും പറ്റുന്ന ഒരു ബിഹേവിയറൽ ചേഞ്ചിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പഷ്ടീകരണം എന്ന് പറയുക. അപ്പോൾ ഈ ലിസണിങ്ങിലെ ലാംഗ്വേജിൻ്റെ ഒരു സ്കില്ലാണ് ലിസണിങ് എന്ന് പറഞ്ഞു, ലാംഗ്വേജ് റിലേറ്റഡ് സ്കില്ലാണ്. അവിടെ എന്താണ് ഈ ലിസണിങ്ങിൻ്റെ സ്പഷ്ടീകരണങ്ങൾ? റിസീവ്സ് ഇൻഫോർമേഷൻ, distinguish between sounds, formulate attitudes and opinions, arrange events in sequence, know the interest of the speaker, organize ideas received. ഇൻഫോർമേഷൻ റിസീവ് ചെയ്യാനുള്ള ഒരു സ്കില്ല്, സൗണ്ട്സിനെ തിരിച്ചറിയാനും വേർതിരിക്കാനുമുള്ള ഒരു കഴിവ്, അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഫോർമുലേറ്റ് ചെയ്യാനും സംഭവിച്ചിട്ടുള്ള ഇവൻസിനെ സീക്വൻസ് ചെയ്യാനും അറേഞ്ച് ചെയ്യാനും സ്പീക്കറുടെ താല്പര്യങ്ങളെ മനസ്സിലാക്കാനും കിട്ടിയ ഐഡിയാസിനെ ആശയങ്ങളെ ഓർഗനൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഈ കഴിവുകളെല്ലാം ഈ ലിസണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്പഷ്ടീകരണങ്ങളാണ്. ലിസണിങ്ങിൻ്റെ സബ് സ്കിൽസ് എന്ന് പറയുന്നത് റെക്കഗ്നിഷൻ ഓഫ് കണക്റ്റഡ് സ്പീച്ച്, ബന്ധപ്പെട്ടുള്ള പ്രസംഗങ്ങളെ തിരിച്ചറിയുക, അണ്ടർസ്റ്റാൻഡിങ് ജിസ്റ്റ്, സാരാംശം മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ളതാണ് ഇതിൻ്റെ സബ് സ്കിൽസ് ആയിട്ട് വരുന്നത്. ലിസണിങ്ങിൻ്റെ സബ് സ്കിൽസ് റെക്കഗ്നിഷൻ ഓഫ് കണക്റ്റഡ് സ്പീച്ച്, അണ്ടർസ്റ്റാൻഡിങ് ജിസ്റ്റ്, ജിസ്റ്റ് മീൻസ് സാരാംശം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ലിസണിങ്. എത്ര തരത്തിലുള്ള ലിസണിങ് ഉണ്ട്? ധാരാളം തരത്തിലുള്ള ലിസണിങ് ഉണ്ട് അല്ലേ? അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അത് തന്നെ പലരും പല രീതിയിലാണ് ലിസൺ ചെയ്യുന്നത്, പല തരത്തിലാണ് നമ്മൾ ലിസൺ ചെയ്യുന്നത്. ഇൻറ്റൻസീവ് ലിസണിങ് ഉണ്ടാവും, എക്സ്റ്റെൻസീവ് ലിസണിങ്, ഫോക്കസ് ലിസണിങ്, അങ്ങനെ പലതരത്തിലുള്ള ലിസണിങ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നത് ഇൻഫോർമേഷണൽ ലിസണിങ്, ക്രിട്ടിക്കൽ ലിസണിങ്, തെറപ്യൂട്ടിക് ഓർ എംപത്തറ്റിക് ലിസണിങ്, അപ്രീഷിയേറ്റീവ് ലിസണിങ്. ഈ ഇൻഫോർമേഷണൽ ലിസണിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ലിസണിങ് ടു ലേൺ, എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ലിസണിങ് ആണ് ഇൻഫോർമേഷണൽ ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ വലിയ സെമിനാർസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നല്ല നല്ല ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ, ടീച്ചേഴ്സ് പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ അപ്പോഴുള്ള നമ്മുടെ ലിസണിങ് എന്ന് പറയുന്നത് ഇൻഫോർമേഷണൽ ലിസണിങ് ആണ്. നെക്സ്റ്റ് വരുന്നത് ലിസണിങ് ടു ഇവാലുവേറ്റ് ഓർ അനലൈസ്, നമ്മൾ അപഗ്രഥിച്ച് അതിനെ വിലയിരുത്തുമ്പോഴുള്ള ഒരു ലിസണിങ്, അതാണ് ക്രിട്ടിക്കൽ ലിസണിങ്. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചാനൽ ചർച്ചകൾ, ചാനൽ ഡിസ്കഷൻസ് ടി വിയിലൊക്കെ വരുമ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ചിരിക്കുന്നത് കാണാം. ആ ലിസണിങ് അവർ പറഞ്ഞ ആളുടെ പറയുന്ന കാര്യങ്ങളെ മനസ്സിൽ വേഗം തന്നെ അപഗ്രഥിച്ച് വിലയിരുത്തി അതിന് മറുപടി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ സമയത്തുള്ള ലിസണിങ് എന്ന് പറഞ്ഞാൽ വളരെ വിമർശനാത്മകമായിട്ടുള്ളൊരു ലിസണിങ് ആണ്. അതാണ് ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ടു ഇവാലുവേറ്റ്, പറയുന്ന കാര്യങ്ങളെ വിലയിരുത്താനുള്ള ഒരു ലിസണിങ്. ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്തി അപഗ്രഥിച്ചിട്ട് വേണം അവർക്ക് മറുപടി കൊടുക്കാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള ലിസണിങ്ങിനെ ക്രിട്ടിക്കൽ ലിസണിങ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്നത് തെറാപ്യൂട്ടിക് ഓർ എംപത്തറ്റിക് ലിസണിങ്. ഒരു രോഗി ഡോക്ടറോട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കൗൺസിലറോട് തൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഡോക്ടർ അത് ലിസൺ ചെയ്യുന്നത്, അതിനെയാണ് തെറാപ്യൂട്ടിക് ലിസണിങ്. അല്ലെങ്കിൽ എംപത്തറ്റിക് ലിസണിങ് പറയുമ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് നമ്മളോട് വിഷമങ്ങൾ പറയുക അല്ലെങ്കിൽ അവളുടെ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുമ്പോഴോ ഫീലിങ്സ്, ഇമോഷൻസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ, നമ്മൾ നല്ല ശ്രോതാക്കളായി അവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അത്തരത്തിലുള്ള ഒരു കേൾവിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലിസണിങ്ങിനെയാണ് എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. നമ്മൾ അവരോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള നമ്മുടെ ആ ഒരു കേൾക്കലിനെയാണ് എംപത്തറ്റിക് ലിസണിങ് എന്ന് പറയുന്നത്. അടുത്തത് അപ്രീഷിയേറ്റീവ് ലിസണിങ്. നമ്മളൊരു പാട്ട് കേൾക്കുകയാണ്, ലിസണിങ് ടു എൻജോയ് ദ സ്റ്റോറി, മ്യൂസിക് ഓർ പോയട്രി. ഏതെങ്കിലും കവിതകളോ കഥകളോ അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കാറില്ലേ, അതെന്താണ്? അപ്രീഷിയേറ്റീവ് ലിസണിങ് ആണ്. നമ്മുടെ ഒരു ആസ്വാദനത്തിന് വേണ്ടി നമ്മൾ കേൾക്കുന്നതാണ്, അതിനു വേണ്ടിയിട്ടുള്ള ലിസണിങ് ആണ്. അത്തരത്തിലുള്ള ലിസണിങ് ആണ് അപ്രീഷിയേറ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ലിസണിങ് ടു അണ്ടർസ്റ്റാൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ തെറാപ്യൂട്ടിക് ഓർ എംപത്തറ്റിക് ലിസണിങ്, ലിസണിങ് ടു ഇവാലുവേറ്റ് ക്രിട്ടിക്കൽ ലിസണിങ്, ലിസണിങ് ടു ലേൺ ഇൻഫോർമേഷണൽ ലിസണിങ്. ഇതാണ് ടൈപ്സ് ഓഫ് ലിസണിങ്. മെയിൻ ടൈപ്സ് ഓഫ് ലിസണിങ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. നെക്സ്റ്റ് ലാംഗ്വേജ് റിലേറ്റഡ് സ്കിൽ ഈസ് സ്പീക്കിംഗ്. സ്പീക്കിംഗ് ഈസ് എൻ ആക്ട് ഓഫ് മേക്കിംഗ് വോക്കൽ സൗണ്ട്സ്. നമുക്ക് വെറുതെ എന്താണ് സ്പീക്കിംഗ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നത്, ഇറ്റ് ഈസ് എൻ ആക്ട് ഓഫ് മേക്കിംഗ് വോക്കൽ സൗണ്ട്സ്. വോക്കൽ സൗണ്ട്സ് മേക്ക് ചെയ്യുന്ന ഒരു ആക്റ്റാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് എൻ പ്രൊഡക്റ്റീവ് ഓർ എക്സ്പ്രസീവ് സ്കിൽ.
ഒരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് അതിന് ധാരാളം നമ്മളാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നമുക്ക് നിഷ്ക്രിയരായിട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. നമ്മളാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു എക്സ്പ്രസീവ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഭാഗത്തുനിന്ന് അതിൽ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതും സൈക്കോമോട്ടോർ ആൻഡ് കോഗ്നിറ്റീവ് 2 തരം എബിലിറ്റീസിൻ്റെയും യൂസ് അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. സൈക്കോമോട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ പേശി ചലനങ്ങൾ, നമ്മുടെ കവിളിലെ നാവ്, ചുണ്ട്, അതെല്ലാം അത്തരത്തിലുള്ള എല്ലാ പേശികളുടെയും ആവശ്യം വരുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ കൊഗ്നിറ്റീവായിട്ടും സൈക്കോമോട്ടോറായിട്ടും ഉള്ള എബിലിറ്റീസിൻ്റെ ഒരു സമ്മേളനമാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ധാരാളം കോൺട്രിബ്യൂഷൻസ്, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഇവിടെ ആക്റ്റീവായിട്ട് സ്പീച്ച് ചെയ്യുന്നത്. ആരാണോ ആ സ്പീക്കർ തന്നെയാണ് അവിടുത്തെ മെയിൻ റോൾ വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. സ്പീക്കിംഗ് is a transmission of information. Speaking means transmission of information. ഇൻഫോർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യലാണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് വിൽ ഡിറ്റർമിൻ ദി എക്സ്പ്രസീവ്നെസ് ഓഫ് എ പേഴ്സൺ ഹു സ്പീക്ക്. ആരാണോ സംസാരിക്കുന്നത് അവരുടെ എക്സ്പ്രസീവ്നെസ് ഡിറ്റർമിൻ ചെയ്യാൻ സ്പീക്കിങ്ങിലൂടെ സാധിക്കും. നെക്സ്റ്റ്, സ്പീക്കിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നേരത്തെ പറഞ്ഞു സ്പഷ്ടീകരണം എന്നാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് സ്പീക്കിങ്ങിലൂടെ കിട്ടുന്നത്? യൂസിങ് ദ കറക്റ്റ് ഫോംസ് ഓഫ് വേർഡ്സ്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, സ്പീക്കിംഗ് വിത്ത് അപ്രോപ്രിയേറ്റ് സ്ട്രെസ് ആൻഡ് ഇൻറ്റണേഷൻ, സ്പീച്ച് അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ്. വാക്കുകളുടെ ശരിയായ ഫോംസ് യൂസ് ചെയ്യാനും ശരിയായ ഉച്ചാരണവും, അതുപോലെ എവിടെയൊക്കെയാണ് സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, ഊന്നൽ നൽകിയിട്ടും അല്ലെങ്കിൽ ഇൻറ്റോണേഷൻ, താളം, സംസാര ഭാഷയിൽ താളം, ഈണം അല്ലെങ്കിൽ ഊന്നലൊക്കെ കൊടുക്കേണ്ടടുത്ത് ഊന്നൽ കൊടുത്ത് സംസാരിക്കുക. അതുപോലെ സന്ദർഭത്തിനും ശ്രോതാക്കൾക്കും അനുസരിച്ചിട്ട് സംസാരിക്കുക. ഇത്തരത്തിലുള്ള സ്കിൽസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സ്പീക്കിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാൻ പറ്റുക. കറക്റ്റ് ഫോംസ് യൂസ് ചെയ്യുക, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ഊന്നൽ കൊടുത്ത് എവിടെയാണോ സ്ട്രെസ്സ് കൊടുക്കേണ്ടത്, ഏത് ഭാഗത്ത് സംസാര ഭാഷയിൽ എവിടെയാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവിടെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കാനും ആ ഭാഗത്തോ താളം മാറ്റി സംസാരിക്കാനും ഒക്കെ, അല്ലെങ്കിൽ ആ സംസാരത്തിൻ്റെ ഒരു മൂളലിന് പോലും നമുക്ക് പല കാര്യങ്ങളും കൺവേ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ സ്പീച്ച് അക്കോർഡിംഗ് ടു ദി കോണ്ടെക്സ്റ്റ് ആൻഡ് ഓഡിയൻസ്, സന്ദർഭത്തിനും സാഹചര്യങ്ങൾക്കും ശ്രോതാക്കൾക്കും അനുസരിച്ച് സംസാരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സ്പീക്കിങ്ങിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നെക്സ്റ്റ്, സബ് സ്കിൽസ്. സ്പീക്കിങ്ങിൻ്റെ സബ് സ്കിൽസ് ആർട്ടിക്കുലേഷൻ, എനൻസിയേഷൻ, പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോണേഷൻ ആൻഡ് വോയിസ് മോഡുലേഷൻ. ആർട്ടിക്കുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വികാരം ശബ്ദത്തിൽ പ്രകടമാക്കുകയാണ്. അത് സന്തോഷമോ സങ്കടമോ അല്ലെങ്കിൽ ദുഃഖമോ അല്ലെങ്കിൽ പ്രണയമോ ഒക്കെ നമ്മുടെ ശബ്ദത്തിലൂടെ വികാരം, ആ നമ്മൾ കേട്ടുകൊണ്ട് ഒരാളെ നേരിട്ട് കാണാതെ തന്നെ അവരുടെ ശബ്ദത്തിൽ നിന്ന് അവരുടെ അപ്പോഴത്തെ അവസ്ഥ, മാനസികാവസ്ഥ എന്താണ്, സന്തോഷമാണോ സങ്കടമാണോ ദുഃഖമാണോ, ഏത് വികാരത്തിലാണ് അവരിപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്, ഏത് ഇമോഷനാണ് അവരെ ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ള സംസാരമാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ പല സിനിമകളിലും ഡയലോഗ് പ്രസൻറ്റേഷൻ കാണുമ്പോൾ നമ്മളെ കരയിപ്പിക്കുക അല്ലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിച്ച് പൊട്ടിച്ചിരിപ്പിക്കാനൊക്കെ അവരുടെ ആ ശബ്ദത്തിൽ, അവരുടെ ഭാഷയിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അവിടെ വികാരം ഉൾക്കൊള്ളിച്ച് സംസാരിക്കുക. അപ്പോൾ എക്സാമ്പിളായിട്ട് കഥ പറയുമ്പോൾ എന്നുള്ള ഫിലിമിൽ മമ്മൂട്ടിയുടെ ഒരു സ്പീച്ച് വരുന്നുണ്ട്, സ്കൂളിലൊരു ഫംഗ്ഷന് സ്പീച്ച്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ചിട്ടും ആ സമയത്ത് ഒരു ഫ്രണ്ട് ശ്രീനിവാസൻ, ഒരു സുഹൃത്ത് അദ്ദേഹത്തെ സഹായിച്ചതും നാടുവിട്ടതും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഒരു വെറുതെ നിന്നുകൊണ്ടുള്ള ഒരു സംസാരമാണ്, സ്പീച്ചാണെങ്കിൽ പോലും ആ സംസാരം നമ്മളെല്ലാവരും ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള സംസാരമാണ്. അപ്പോൾ പല ഫിലിംസിലും നമുക്കങ്ങനെ കാണാൻ പറ്റും, പല ലാംഗ്വേജിലും പല ഇതിലും അങ്ങനെ അവരുടെ വികാരം ആ ശബ്ദത്തിൽ പ്രകടമാക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്കും ആ വികാരം ഉൾക്കൊള്ളാനും സങ്കടം വരാനും കരച്ചിൽ വരാനൊക്കെ കാരണമാവുന്നുണ്ട്. അതേപോലെ എനൻസിയേഷൻ എന്ന് പറയുമ്പോൾ ആ ഉച്ചാരണ ഭംഗി, ചില ഭാഷകൾ ചില രീതിയിൽ ചിലവർ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഭംഗി. പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണ ശുദ്ധി. ഇൻറ്റോണേഷൻ എന്ന് പറയുമ്പോൾ താളം കൊടുത്ത് സംസാരിക്കുക, ചില പ്രത്യേക ഈണത്തോടുകൂടി സംസാരിക്കുക, അങ്ങനെയുള്ളത് ഒക്കെ ഇതിൻ്റെ സബ് സ്കിൽസാണ്. പിന്നെ വോയിസ് മോഡുലേഷൻ, ശബ്ദത്തിൻ്റെ ആ ഒരു ശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുകൾ നടത്തിയിട്ട് ചില സ്ഥലത്ത് ഹൈ പിച്ചിൽ, ചില സമയത്ത് ശബ്ദം വളരെ താഴ്ത്തി സംസാരിക്കുക, അങ്ങനെ സ്ട്രെസ്സ് കൊടുക്കേണ്ടതും എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ സബ് സ്കിൽസായിട്ട് വരുന്നത്.
അപ്പോൾ ആർട്ടിക്കുലേഷൻ, എനൻസിയേഷൻ, പ്രൊനൗൺസിയേഷൻ, ഇൻറ്റോണേഷൻ ആൻഡ് വോയിസ് മോഡുലേഷൻ ഇതെല്ലാം കലർത്തി സംസാരിക്കുമ്പോഴാണ് ഒരു നല്ല പ്രാസംഗികൻ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ ഒരു പ്രഭാഷണ കല എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ എല്ലാതും ഉൾക്കൊള്ളിച്ച് വികാരം ശബ്ദത്തിൽ പ്രകടമാക്കി വോയിസ് മോഡുലേഷൻ വരുത്തി താളം കൊടുത്ത് ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഉച്ചാരണ ഭംഗിയോടുകൂടി സംസാരിക്കുമ്പോഴാണ് നല്ല ശ്രോതാക്കൾ ഉണ്ടാവുക. അത്തരത്തിലുള്ള ആളുകൾക്കാണ് ധാരാളം ശ്രോതാക്കളെ ലഭിക്കുക. അപ്പോൾ സ്പീക്കിങ്ങിൻ്റെ സബ് സ്കിൽസ് എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പബ്ലിക് സ്പീച്ച്. സ്പീച്ച് ഇതുപോലെ പല രീതിയിലുണ്ട്. നമ്മൾ ലിസണിങ് പല രീതിയിലുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംസാരവും പല രീതിയിൽ നമുക്ക് സ്പീച്ച് ചെയ്യുന്നത് പല രീതിയിൽ സ്പീച്ച് നൽകാൻ പറ്റും. സ്പീക്കിംഗ് ടു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സ്പീച്ച്, അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് ആയിട്ടുള്ള സ്പീച്ച്, തർക്ക വിഷയങ്ങൾ സംസാരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ നൽകുന്ന രീതിയിലുള്ള സ്പീച്ചുകൾ ഉണ്ടാവാം. അല്ലെങ്കിൽ സ്പീക്കിംഗ് ടു പെർസ്യൂട്ട്, മോട്ടിവേറ്റ് ഓർ ടേക്ക് ആക്ഷൻ, ഏതെങ്കിലും മോട്ടിവേഷൻ നൽകുന്ന മോട്ടിവേഷണൽ സ്പീച്ചസ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തിയിലേക്ക് നമ്മളവരെ നയിക്കാനൊക്കെയുള്ള സ്പീച്ചുകളുണ്ട്. കോൺട്രവേഴ്സ്യൽ സ്പീച്ച് ഉണ്ട്, പോളിസി സ്പീച്ചസ് ഉണ്ട്, ഒക്കെ എക്സാമ്പിൾസാണ്. നെക്സ്റ്റ് സ്പീക്കിംഗ് ടു എൻ്റർടൈൻ, തമാശകൾ പൊട്ടിച്ചിരിപ്പിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ലൂസ് ടോക്കായിട്ട് ഇങ്ങനെ പലതും സംസാരിക്കും അല്ലേ, അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷനിലുള്ള സ്പീച്ചസ്, ഫണ്ണി സ്പീച്ചസ് ഒക്കെ എന്താണ് എൻ്റർടൈൻ ചെയ്യാനുള്ള സ്പീച്ചസാണ്. അത്തരത്തിൽ പലതരത്തിൽ നമുക്ക് പബ്ലിക് സ്പീച്ചസ് ഉണ്ട്. മെയിനായിട്ട് വരുന്നതാണ് ഇൻഫോർമേറ്റീവ് സ്പീച്ചസ് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റേറ്റീവ് സ്പീച്ചസ്, കോൺട്രവേഴ്സ്യൽ പോളിസി സ്പീച്ചസ്, ഫണ്ണി സ്പീച്ചസ് ഒക്കെ. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്, ലാംഗ്വേജസ് ആണ് പറഞ്ഞത്. ലാംഗ്വേജസ് ഈ സ്കൂൾ കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസ് പറഞ്ഞു. അതുകൂടാതെ ലാംഗ്വേജ് റിലേറ്റഡ് സ്കിൽസ് LSRWയിൽ ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിലെ 6 കമ്പോണൻസ് വരുന്നുണ്ട്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോഴും അതിൽ 6 കമ്പോണൻസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പണ്ട് അറിയുന്ന കാര്യം തന്നെയാണ്. കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന ഒരാൾ, മെസ്സേജ് തുടങ്ങുന്നത് ആരിൽ നിന്നാണോ മെസ്സേജ് സെൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് അയാളെ സെൻഡർ എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഒരു സോഴ്സ് ഉണ്ടാവും, ഒരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിനൊരു സോഴ്സ് ഉണ്ടാവും അല്ലേ, മെസ്സേജ് എൻകോഡ് ചെയ്യുന്ന ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സെൻഡർ. അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. സെക്കൻഡ് വരുന്നത് റിസീവർ, റീഡർ ഓർ ഡീകോഡർ. ആ മെസ്സേജ് റിസീവ് ചെയ്യുന്ന ഒരാൾ, ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ഉപകരണമാവാം അല്ലെങ്കിൽ ഒരു വായനക്കാരനാവാം. അപ്പോൾ മെസ്സേജ് റീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മെസ്സേജ് റിസീവ് ചെയ്യുന്ന അതാണ് സെക്കൻഡ് കമ്പോണൻറ്റ്. തേർഡ്, മെസ്സേജ് പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ്, ഒരു സന്ദേശം വേണമല്ലോ, എന്താണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു സന്ദേശം, അതാണ് തേർഡ് കമ്പോണൻറ്റ്. ഫോർത്ത്, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ മെസ്സേജ് ഏത് മീഡിയത്തിലൂടെയാണോ, ലെറ്ററിലൂടെയാണോ, ഫോണിലൂടെയാണോ, ടെലിവിഷനിലൂടെയാണോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജെസ്റ്റേഴ്സിലൂടെയാണോ, ഏത് മീഡിയത്തിലൂടെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ഫോർത്ത് കമ്പോണൻറ്റ്. ഫിഫ്ത്ത്, ദ സെറ്റിംഗ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻസിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ, സെറ്റിങ്സ്, അതിൻ്റെ ആ ഒരു ഘട്ടങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ. സിക്സ്ത് വൺ, ദ റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്. റിസീവ് ചെയ്തിട്ടുള്ള റിസീവർ അല്ലെങ്കിൽ ആ ഡീകോഡ് ചെയ്തിട്ടുള്ള ആളിൽ നിന്ന് തിരിച്ചിട്ടുള്ള റെസ്പോൺസ്, അതിൻ്റെ മറുപടി അല്ലെങ്കിൽ ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും കമ്പോണൻസ് ചേർന്നാണ് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്. 2 വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെങ്കിൽ ആദ്യം മെസ്സേജ് പാസ് ചെയ്യുന്ന, മെസ്സേജ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഉണ്ടാവണം. മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സെൻറ്റർ, മെസ്സേജ് സ്വീകരിക്കാൻ ഒരു സ്വീകർത്താവ് ഉണ്ടാവണം, അതിന് ഒരു സന്ദേശം ഉണ്ടാവണം, സന്ദേശം പാസ് ചെയ്യാനുള്ള ഒരു മീഡിയം വേണം, അതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ വേണം, അത് തിരിച്ച് മറുപടി ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളിന്നിവിടെ ലാംഗ്വേജ് സ്കൂൾ സബ്ജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺസും ലാംഗ്വേജ് റിലേറ്റഡ് സ്കിൽസ് ആയിട്ടുള്ള ലിസണിങ്ങും സ്പീക്കിങ്ങുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി റീഡിങ്ങും റൈറ്റിങ്ങും നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.